വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭഗവാന് നമുക്ക് തരാനുള്ള മെസ്സേജ് എന്താണെന്നാണ്. ആദ്യമായി തന്നെ ഭഗവാൻ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ശരിയും തെറ്റും ഉണ്ടാകാം, പക്ഷെ അത് ഒരിക്കലും അത് തെറ്റായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. ഭഗവാനിൽ നമ്മൾ അർപ്പിച്ച് എന്താണോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, എന്ത് കർമ്മമാണോ നമ്മൾ ചെയ്യുന്നത് അത് ചെയ്യുക. അതിലുണ്ടാകുന്ന ആ കർമ്മത്തിൽ ഉണ്ടാകുന്ന എല്ലാ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എല്ലാം ഭഗവാനിൽ അർപ്പിക്കുക. അതൊരിക്കലും നമുക്കൊരു തെറ്റായി സംഭവിക്കത്തില്ല എന്നാണ് ഭഗവാൻ ആദ്യമായി തന്നെ നമുക്ക് നൽകുന്ന മെസ്സേജ്. രണ്ടാമത്തെ മെസ്സേജ് എന്ന് പറയുന്നത്, ഭഗവാൻ പറയുന്നത്, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്താലും നമ്മൾ അത് ഉത്സാഹത്തോടു കൂടി ചെയ്യുക. അതായത് നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുക. പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? ഉത്സാഹമാണ്. ഉത്സാഹത്തോടു കൂടി നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും അതില് കർമ്മം എന്ന് പറയുന്നത് നമുക്ക് ഭഗവാനിൽ നിക്ഷിപ്തമായി നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും ഭഗവാനാണ് അതിന്റെ അദ്ദേഹമാണ് അതിന്റെ നമ്മുടെ സാരഥി എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നമ്മൾ എന്ത് ചെയ്യുക? ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുക എന്നാണ് ഭഗവാൻ പറയുന്നത്. അതൊരിക്കലും അതില് എന്ത് തെറ്റ് സംഭവിച്ചാലും അതിന്റെ ഒന്നും നമ്മളെ ബാധിക്കത്തില്ല. കർമ്മ തിരിച്ചു വരിക എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ നടക്കില്ല. അടുത്തതായി ഭഗവാൻ പറയുന്നത്, ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നാണ്. ഭഗവാൻ ഒരുപാട് സ്നേഹിക്കുന്ന പുണ്യമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോൾ ആണ് നമ്മൾ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ കൂടെ തന്നെ ഉണ്ട്. ഏത് പ്രവൃത്തി ചെയ്താലും എന്ത് ചെയ്താലും ഭഗവാൻ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. നമ്മുടെ സംരക്ഷകനായി, നമ്മുടെ പരിപാലകനായി തന്നെ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന ഉറപ്പാണ് തരുന്നത്. സ്വന്തം ഭക്തന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഭഗവാനാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്കൊന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യം അതുകൊണ്ട് തന്നെ ഇല്ല. പിന്നെ ഭഗവാൻ പറയുന്നത്, നമ്മൾക്ക് എന്ത് തെറ്റോ എന്ത് ശരിയോ എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, നമ്മൾ ഒരിക്കലും ആ കർമ്മത്തിന്റെ ഫലം ഇച്ഛിച്ച് ഒന്നും തന്നെ ചെയ്യാതിരിക്കുക. പരമപിതാവായ ഭഗവാനിൽ നമ്മൾ സാക്ഷിയായി നമ്മൾ എന്ത് ചെയ്താലും അത് സത്യമായ രീതിയിൽ തന്നെ നമുക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് പറയുന്നത്. ലാഭ ഇച്ഛ കൂടാതെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഭഗവാൻ കാണുന്നുണ്ട്. ഭഗവാൻ അതിന് നമുക്ക് കറക്റ്റ് ആയിട്ടൊരു ഗൈഡൻസ് അല്ലെങ്കിൽ നമുക്കൊരു വഴി ഭഗവാൻ തന്നെ തുറന്നു തരും എന്നാണ് കാണുന്നത്. അടുത്തതായി തരുന്ന ഡൗൺലോഡ്സ് എന്താന്ന് വെച്ചാല്, നമ്മൾ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുക എന്നതാണ്. ക്ലീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശുദ്ധി, മനസ്സിന്റെ ശുദ്ധി, ശരീരത്തിന്റെ ശുദ്ധി, അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിന്റെ ശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക? ഭഗവാനെ ചിന്തിക്കുക, ഹരേ കൃഷ്ണ മന്ത്രം പറയുക, മെഡിറ്റേഷൻ ചെയ്യുക. അതിലൂടെ മാത്രമേ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ശരീരത്തിന്റെ ശുദ്ധി, നമ്മള് കുളിക്കുക, നമ്മുടെ ശരീരം ശുദ്ധമായി സൂക്ഷിക്കുക. അത് നമ്മുടെ ദൈവം നമ്മുടെ മനസ്സിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിനകത്ത് ഭഗവാൻ കുടികൊള്ളുമ്പോ നമ്മൾ എപ്പോഴും എന്തായിരിക്കുക? ക്ലീൻ ആയിട്ടിരിക്കുക, മനസ്സും ക്ലീൻ ആക്കുക. മനസ്സ് ക്ലീൻ ആക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഹരേ കൃഷ്ണ മന്ത്രം, ഭഗവാന്റെ നാമങ്ങൾ, ഭഗവാന്റെ മെഡിറ്റേഷൻസ് ചെയ്യുക. അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് നിങ്ങൾ ഏത് ഇതിലാണോ, ഇപ്പോ ജാതിയോ മതമോ അല്ല, നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണോ ആ ദൈവത്തില് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യോഗ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ എന്താണോ പ്രാക്ടീസ് ചെയ്യുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉന്നതമായ ദൈവത്തിലേക്ക് അടുക്കാനും അതിന് സാധിക്കും. ഇത് കഴിഞ്ഞ് കൈൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ജീവികളോടും എന്തുണ്ടാവണം? നമുക്ക് കരുണ ഉണ്ടാവണം. എങ്ങനെയാ നമുക്ക് കരുണ ഉണ്ടാകുന്നത്? ആ ഓരോ ജീവികളിലും ഉണ്ടാകുന്നത് ഭഗവാന്റെ അംശമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് നമുക്ക് അവരോട് കരുണ ഉണ്ടാകുന്നത്. നമ്മളത് കാരുണ്യ പ്രവർത്തനങ്ങൾ, നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക എന്നതാണ് അതുകൊണ്ടുള്ള ഇതെന്ന് പറയുന്നത്. നമുക്ക് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് പ്രാർത്ഥനയോടുകൂടിയോ അവർക്ക് എന്താണോ വേണ്ടത് ആ ഒരു സഹായം ചെയ്ത് നമുക്ക് ദൈവത്തിൽ അർപ്പിക്കുക എന്നതാണ് കാണുന്നത്.
ദൈവം തരുന്ന ഉപദേശം എന്ന് പറയുന്നത് നിങ്ങളിപ്പോ വിഷമത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ആ വിഷമം എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോകും. നിങ്ങൾ ഒരുപാട് ജോലി എടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും കാര്യത്തിലോ എന്തൊക്കെയോ നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തു. അതിൽ നിന്ന് അതിന്റെ ഫലമൊന്നും നിങ്ങൾക്ക് കിട്ടാണ്ട് നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെന്നാണ് ഭഗവാൻ പറയുന്നത്. പക്ഷെ അതിന് അതിന് വേണ്ടിയിട്ടൊരു എന്താ പറയാ, ഭഗവാന്റെ സൈഡിൽ നിന്നും ദൈവത്തിന്റെ സൈഡിൽ നിന്നും പുണ്യ ഒരു നമുക്കൊരു ഓപ്ഷൻ, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. അത് നിങ്ങൾ കാണുന്നില്ല എന്നതാണ് സത്യം. അത് നിങ്ങൾ കാണാതെ നിങ്ങൾ കണ്ണടച്ചിരിക്കുകയാണ്. ആ ഒരു ഇതിൽ നിന്ന് നിങ്ങൾ പുറത്തോട്ട് വരണം. ഉറപ്പായിട്ട് നിങ്ങൾ പുറത്തോട്ട് വരണം. പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയം തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.